ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൽക്കാരങ്ങളിലും പെരുന്നാളിനൊക്കെ നമുക്ക് വെൽക്കം ഡ്രിങ്കായി സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കപ്പ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ. അതിനായി ഞാനിവിടെ ഒരു 300 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീഡിയോ പർപ്പസിനായിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ കപ്പൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കിലോ കപ്പയ്ക്ക് 5 ലിറ്റർ പാലെന്ന അളവിലെടുത്താൽ മതി. ഞാനിവിടെ ഒരു 300 ഗ്രാം കപ്പയ്ക്ക് ഒരു 1.5 ലിറ്റർ പാലെന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ ആവശ്യമായിട്ട് അല്പം വെള്ളം കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിലടിച്ചാൽ തന്നെ കപ്പ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇതൊരു ബൗളിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ആ ചൂടാറിയതിന് ശേഷം ആ കപ്പ ചേർത്തെടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ശ്രദ്ധിക്കുക, കപ്പേൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നീട് നമ്മളിതിലേക്ക് ഐസ്ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. മധുരം കുറവായി തോന്നി പിന്നീട് നമുക്ക് മിൽക്ക് മെയ്ഡിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പകുതി പാൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുത്ത് ഫ്രീസ് ചെയ്തിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. പകുതി പാല് സാധാരണ തണുത്ത പാലും കൂടെ ചേർക്കുന്നത്. അപ്പോൾ തണുത്ത പാലിൽ മാത്രം ചെയ്തെടുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. അല്പം എന്താ പറയുക, ഫ്രോസൺ മിൽക്കിൽ തന്നെ ഇത് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ 1.5 ലിറ്റർ പാലിൽ പകുതി തണുത്ത പാലും പകുതി ഫ്രോസൺ മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു കണ്ടെയ്നറിലേക്കാണ് ഇത് അടിച്ചതിന് ശേഷം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഈ സമയത്ത് ഇത് തിക്നെസ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി തിക്കായി തോന്നിയതുകൊണ്ട് ഞാൻ അല്പം കൂടി തണുത്ത പാല് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കപ്പേൻ്റെ അളവ് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തണുത്ത പാല് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. മധുരത്തിന് പഞ്ചസാര മാത്രം ചേർക്കരുത്, മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്താൽ തന്നെയാണ് മധുരം മുന്നിട്ടിക്കുകയും അതേപോലെ തന്നെ ടേസ്റ്റും കൂടി ഉണ്ടാവില്ലേ. അപ്പം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പിന്നീട് അത് മിൽക്ക് മെയ്ഡിൽ ഇതിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം അനാറും അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള അല്പം ആപ്പിളും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുതിർത്തി വെച്ചിട്ടുള്ള ബദാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുതിർത്തിയിട്ടുള്ള ബദാമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചേർക്കലാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം സാഗോ സീഡ് ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അല്പം വാനില ഐസ്ക്രീം കൂടി ചേർക്കണം കേട്ടോ. വാനില ഐസ്ക്രീം മസ്റ്റാണ്. ഇതൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടുതൽ തണുപ്പിച്ച് കഴിച്ചാൽ അതിലേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് സൽക്കാരങ്ങളിലോ പെരുന്നാളിലോ ഒക്കെ നമുക്കൊന്ന് സ്റ്റാർ ആവാൻ വേണ്ടി ചെയ്തെടുക്കാൻ പറ്റില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.